അപ്പോൾ എല്ലാവർക്കും നിലമ്പൂരിലേക്ക് സ്വാഗതം. നമ്മുടെ CPIM-ന്റെ നേതാവ് M സ്വരാജ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം നടത്തിയിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, എനിക്ക് എല്ലാ നല്ലവരായ ജനങ്ങളുടെ വോട്ട് വേണം, എന്നാൽ വർഗീയവാദിയെ അംഗീകരിക്കാൻ പറ്റില്ല. വർഗീയവാദികൾ മോശപ്പെട്ടവരാണ്. ആരാണ് വർഗീയവാദികൾ എന്ന് അദ്ദേഹം പറയാതെ പറയുന്നത് മുസ്ലിങ്ങളെയാണ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ പരിശോധിക്കാൻ പോകുന്നത് എന്താണ് വർഗീയവാദം, എന്താണ് വർഗം, വർഗീയവാദം എന്താണ് എന്നാണ് പരിശോധിക്കാൻ പോകുന്നത്. അതായത് ഭഗവത്ഗീതയിലും രാമായണത്തിലും ഒക്കെ വിശ്വസിക്കുന്നവർ അവരെ ഹൈന്ദവ സമൂഹം എന്നറിയപ്പെടുമ്പോൾ, ബൈബിളിൽ വിശ്വസിക്കുന്നവർ ക്രൈസ്തവ സമൂഹമെന്നും, തോറയിൽ വിശ്വസിക്കുന്നവരെ യഹൂദ സമുദായമെന്നും, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരെ കമ്മ്യൂണിസ്റ്റുകൾ എന്നും പറയും. ഇതാണ് വർഗം. ഓരോ വർഗത്തെ പ്രത്യേകം തിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതാണ്. അതുപോലെ തന്നെ ഖുർആനിലും പ്രവാചകന്റെ വചനങ്ങളിലും വിശ്വസിക്കുന്നവരെ ഇസ്ലാം എന്നും മുസ്ലിം എന്നും പറയും. അപ്പോൾ മറ്റുള്ളവരെല്ലാം വർഗീയവാദികളും കമ്മ്യൂണിസ്റ്റുകാർ മാത്രം നല്ലവരായ ജനങ്ങളും ഞങ്ങൾക്ക് വർഗീയതയില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ പരിശോധിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് മതമുണ്ടോ ഇല്ലയോ എന്നാണ്. മതം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മതം എന്ന ആ വാക്കിന്റെ അർത്ഥം തന്നെ അഭിപ്രായം എന്നാണ്. അപ്പോൾ ഭഗവത്ഗീത എന്നത് ഒരു അഭിപ്രായമാണ്. അതിൽ വിശ്വസിക്കുന്നവരെ ഹൈന്ദവർ എന്ന് പറയുമ്പോൾ, ഖുർആനിലും ഹദീസിലും വിശ്വസിക്കുന്നവരെ മുസ്ലിം എന്ന് പറയുമ്പോൾ, ബൈബിളിൽ വിശ്വസിക്കുന്നവരെ ക്രൈസ്തവർ എന്ന് പറയുമ്പോൾ, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ വിശ്വസിക്കുന്നവരെയാണ് കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയുന്നത്. അവർ കമ്മ്യൂണിസം എന്ന ആ വർഗത്തിനും ആ വിഭാഗത്തിനും വേണ്ടി വാദിക്കുന്നവരാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് അവകാശപ്പെടുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകൾ. പിണറായി മുതൽ സ്വരാജ് വരെയുള്ളവർ, കാൾ മാർക്സ് മുതൽ സ്റ്റാലിൻ, ലെനിൻ, എംഗൽസ്, ഫ്രെഡറിക് ആന്റണി എന്നിവരെല്ലാം തന്നെ കമ്മ്യൂണിസ്റ്റുകളാണ്. അവർ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലാണ് വിശ്വസിക്കുന്നത്. അതിനെ മതമായിട്ടാണ് കാണുന്നത്. മതം എന്നാൽ അഭിപ്രായം എന്നാണ് അർത്ഥം. അപ്പോൾ ഇസ്ലാമിന്റെ അഭിപ്രായമാണ് ഖുർആനും ഹദീസും. കമ്മ്യൂണിസ്റ്റുകാരന്റെ അഭിപ്രായമാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എങ്കിൽ, ബൈബിൾ ക്രൈസ്തവരുടെ അഭിപ്രായമാണ്, തോറ എന്നത് യഹൂദരുടെ അഭിപ്രായമാണ്. അപ്പോൾ അവരെല്ലാം വർഗീയവാദികളും മോശപ്പെട്ടവരും സമൂഹത്തിൽ മ്ലേച്ഛത പ്രകടിപ്പിക്കുന്നവരും ഒക്കെയാണ് എന്ന് സ്വരാജ് പറയുമ്പോൾ, കമ്മ്യൂണിസ്റ്റുകാർ മാത്രമാണ് യാതൊരുവിധ വർഗീയതയും ഇല്ലാത്തവർ എന്നാണ് സ്വരാജിന്റെ അഭിപ്രായം. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ കമ്മ്യൂണിസ്റ്റുകാരന്റെ പ്രത്യയശാസ്ത്രമാണ്. അതിൽ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനാണ്. നിങ്ങളുടെ മതം കമ്മ്യൂണിസമാണ്.